ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ആശംസകൾ നേർന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജ്യമെമ്പാടും വനിതാ ദിന പരിപാടികൾ. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ സ്ത്രീകളുടെ പങ്ക് നിർണായകമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വനിതാ ദിനത്തിൽ ലഖ്പതി ദീദിമാരുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സമ്മതിദായകർക്ക് ഒരേ തിരിച്ചറിയൽ കാർഡ് നമ്പർ അനുവദിച്ചത് അടുത്ത 3 മാസത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ന്യൂസിലൻഡ് കലാശ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനൊപ്പം വിവിധ മേഖലകളിൽ സ്ത്രീകൾ കൈവരിച്ച നേട്ടങ്ങൾക്കുള്ള അംഗീകാരം എന്ന നിലയിലും ഈ ദിനം ആചരിക്കുന്നു. അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. വനിതാ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നിരവധി പരിപാടികൾ നടക്കുകയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും ആശംസകൾ നേർന്നു. പ്രതികൂല സാഹചര്യങ്ങളും വെല്ലുവിളികളും നേരിട്ടിട്ടും സ്ത്രീകൾ വ്യത്യസ്ത മേഖലകളിൽ വിജയകരമായി മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. വളർച്ചയിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും സ്ത്രീകൾ മുൻപന്തിയിൽ നിൽക്കുമ്പോഴാണ് സമൂഹം ശക്തി പ്രാപിക്കുന്നതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വനിതാ ദിന ആശംസകൾ നേർന്നു. വിവിധ പദ്ധതികളിലൂടെയും പരിപാടികളിലൂടെയും സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായി സർക്കാർ പ്രവർത്തിക്കുകയാണെന്ന് ശ്രീ മോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിയുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ സ്ത്രീകളുടെ പങ്ക് നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. देश की नारी शक्ति राजनीतिक, आर्थिक और सामाजिक रूप से सशक्त बने और विकसित भारत के हमारे संकल्पों को नेतृत्व प्रदान करे, इसके लिए भारत सरकार निरंतर प्रयास कर रही है. हमारी बेटियां विकसित भारत के सपने को साकार करने में अपना पूरा योगदान दे रहे हैं. इसके लिए जरूरी है कि समाज उन्हें आगे बढ़ने के लिए और भी अच्छा वातावरण प्रदान करे. ലഖ്പതി ദീദി, നമോ ഡ്രോൺ പദ്ധതികൾ സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് സഹായകമാകുമെന്നും ശ്രീമതി മുർമു പറഞ്ഞു. നാരീശക്തിയിലൂടെ വികസിത ഭാരതം എന്നതാണ് ദേശീയ സമ്മേളനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഗുജറാത്തിലെ നവ്സാരയിൽ നടന്ന പരിപാടിയിൽ ലഖ്പതി ദീദിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചു. ഗുജറാത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. 25,000-ലധികം സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾക്ക് 450 കോടിയിലധികം രൂപയുടെ ധനസഹായം അദ്ദേഹം വിതരണം ചെയ്തു. ആകാശവാണി വാർത്താ വിഭാഗം അന്താരാഷ്ട്ര വനിതാ ദിനം വ്യത്യസ്ത രീതിയിൽ ആഘോഷിക്കുകയാണ്. എല്ലാ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വാർത്താ ബുള്ളറ്റിനുകളും ഇന്ന് അവതരിപ്പിക്കുന്നത് വനിതാ അവതാരകരാണ്. പകൽ സമയത്ത് ന്യൂസ് റൂമുകളുടെ മുഴുവൻ പ്രവർത്തനവും വനിതാ ജീവനക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ചരിത്രയാത്ര നടത്തിയ വനിതാ ഓഫീസർമാരെ ഇന്ത്യൻ നാവികസേന അഭിനന്ദിച്ചു. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വെല്ലുവിളി നിറഞ്ഞ പ്രദേശത്തുകൂടി നാവികസാഗർ പരിക്രമ 2 പര്യവേഷണം നടത്തുന്ന ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനയും ലഫ്റ്റനന്റ് കമാൻഡർ രൂപയുമാണ് ഈ നേട്ടം കൈവരിച്ചത്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നാവികസേനയിലെ എല്ലാ വനിതാ ഉദ്യോഗസ്ഥർക്കും ആശംസകൾ നേർന്നു. കേരളത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഇന്ന് തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 2024 വനിതാ രത്ന പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമ്മാനിക്കും. ICDS പദ്ധതി പ്രവർത്തനത്തിൽ മികവ് പുലർത്തിയവർക്കുള്ള അവാർഡുകളും വിതരണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. സോഷ്യൽ പോലീസിംഗ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 10, 11 തീയതികളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സ്വയം പ്രതിരോധ പരിശീലന പരിപാടി സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ 20 പോലീസ് ജില്ലകളിലും നടത്തുന്ന ജ്വാല 3.0 എന്ന സൌജന്യ പരിശീലന പരിപാടി നയിക്കുന്നത് പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥരാണ്.
വനിതാ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അത് പരിഹരിക്കുന്നതിനുമാണ് മുൻതൂക്കം നൽകുന്നതെന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു ജില്ലാ പഞ്ചായത്ത് ജെൻഡർ സ്റ്റാറ്റസ് സ്റ്റഡി നടത്തിയിരിക്കുന്നത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അവ പരിഹരിക്കപ്പെടുന്നതിനും അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടാണ് ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് തന്നെ ഈ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ലോകത്തെമ്പാടുമുള്ള സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും വിവിധ വിഷയങ്ങളിൽ അവരുടെ മേഖലകളെ കുറിച്ച് അവർക്ക് സംവദിക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ് ഈ വനിതാ ദിനത്തിൽ വന്നു ചേരുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വനിതകൾക്കായി ഇന്ന് സൌജന്യ സിനിമാ പ്രദർശനം ഒരുക്കുന്നു. മനോജ് കുമാർ സംവിധാനം ചെയ്ത പ്രളയശേഷം ഒരു ജലകന്യക എന്ന ചിത്രത്തിന്റെ ഇന്നത്തെ മാറ്റിനി പ്രദർശനമാണ് സ്ത്രീകൾക്കായി സൌജന്യമാക്കിയത്. സമ്മതിദായകർക്ക് ഒരേ തിരിച്ചറിയൽ കാർഡ് നമ്പർ അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അടുത്ത 3 മാസത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരുമായി നടത്തിയ ചർച്ചകളിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. എപ്പിക് നമ്പർ അനുവദിക്കുന്നതിനുള്ള നടപടികൾ ഇതിനോടകം അവലോകനം ചെയ്തിട്ടുണ്ട്. ഈ നമ്പർ അനുവദിക്കുന്നതിലൂടെ വോട്ടർ പട്ടികയിൽ പേരുള്ള സമ്മതിദായകന് ഏത് പോളിംഗ് സ്റ്റേഷനിലും വോട്ട് രേഖപ്പെടുത്താൻ അവസരം ലഭിക്കും. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ നാളെ. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മത്സരം. സെമിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. സെമി പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തിയായിരുന്നു കിവീസിന്റെ ഫൈനൽ പ്രവേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനം ഈ മാസം 11 ആരംഭിക്കും. 12 മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യ അതിഥിയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. സന്ദർശന വേളയിൽ മൌറീഷ്യസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയവരുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് നിരവധി ധാരണാപത്രങ്ങൾ കൈമാറും. വടക്കൻ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നിർവഹിച്ചു. വ്യാപാരം, സാങ്കേതികവിദ്യ, വ്യവസായം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ കോൺസുലേറ്റ് സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി വേവ്സിന്റെ ഒരുക്കങ്ങൾ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സെക്രട്ടറി സഞ്ജയ് ജാജു മുംബൈയിൽ വിലയിരുത്തി. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം മഹാരാഷ്ട്ര സർക്കാരുമായി സഹകരിച്ച് മെയ് 1 മുതൽ 4 വരെ മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലാണ് വേവ്സ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് വൈകുന്നേരം 5 നടക്കുന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാളിനെയും രാത്രി 7:30 മോഹൻ ബഗാൻ ഗോവ FCയെയും നേരിടും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു UP വാരിയേഴ്സിനെ നേരിടും. രാത്രി 7:30 മത്സരം. മോണ്ടിനെഗ്രോയിൽ നടന്ന ഫിഡെ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രണവ് വെങ്കടേഷിന് കിരീടം. ഓപ്പൺ വിഭാഗത്തിലാണ് പ്രണവ് ലോക ജൂനിയർ ചാമ്പ്യനായത്. ലോക ജൂനിയർ കിരീടം നേടുന്ന 4ാമത്തെ ഇന്ത്യക്കാരനാണ് പ്രണവ്. കേരളത്തിന് പുറമെ കൊങ്കൺ, ഗോവ, മാഹി, ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖല, കർണാടക, യാനം എന്നിവിടങ്ങളിൽ ഇന്ന് ചൂടിനും ഈർപ്പമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗുജറാത്തിൽ ചൂടുള്ള കാലാവസ്ഥ തുടരുമെന്നും അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, സിക്കിം എന്നിവിടങ്ങളിൽ ഇടിമിന്നലിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. കഴിഞ്ഞ മാസം ഏകദേശം 225 കോടി ആധാർ അധിഷ്ഠിത ഇടപാടുകൾ നടന്നതായി കേന്ദ്ര സർക്കാർ. ഇതേ കാലയളവിൽ 43 കോടിക്കടുത്ത് KYC ഇടപാടുകളും നടന്നിട്ടുണ്ട്. ഇത് വാർഷിക വളർച്ചയുടെ 14%മാണെന്നും കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം അറിയിച്ചു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 8,040 രൂപയും പവന് 400 രൂപ കൂടി 64,320 രൂപയുമാണ് ഇന്നത്തെ വില. യുക്രൈനുമായി സമാധാന കരാറിലെത്തുന്നതുവരെ റഷ്യയ്ക്കുമേൽ വലിയ തോതിൽ ഉപരോധങ്ങളും തീരുവകളും ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈനുമേലുള്ള റഷ്യയുടെ നിരന്തര ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. യമനിലും ജിബൂട്ടിയിലും കുടിയേറ്റക്കാരുമായി പോയ ബോട്ട് മറിഞ്ഞ് 2 പേർ മരിച്ചു. 186 പേരെ കാണാതായി. 2 ബോട്ടുകൾ യമനിൽ നിന്നുമാണെന്നും കൂടുതൽ പേരും എത്യോപ്യയിൽ നിന്നുള്ളവരായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജ്യമെമ്പാടും വനിതാ ദിന പരിപാടികൾ. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ സ്ത്രീകളുടെ പങ്ക് നിർണായകമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വനിതാ ദിനത്തിൽ ലഖ്പതി ദീദിമാരുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സമ്മതിദായകർക്ക് ഒരേ തിരിച്ചറിയൽ കാർഡ് നമ്പർ അനുവദിച്ചത് അടുത്ത 3 മാസത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ.
ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ന്യൂസിലൻഡ് കലാശ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.